Hello dears, welcome to ACS online class. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ പേജ് നമ്പർ 69. ഓക്കെ, ആദ്യം പഠിക്കാൻ പോവാണ്. കീർത്തിസ് ഷോപ്പിംഗ് ലിസ്റ്റ്. എന്താണ് കീർത്തി? ഒരു ഷോപ്പിംഗ് നടത്തുകയാണ് അല്ലേ? പച്ചക്കറി കടയിൽ നിന്ന് എന്താണ് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കുകയാണ്. കണ്ടില്ലേ? ആ പിക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ സാധനങ്ങളുടെയും വില. ടൊമാറ്റോയ്ക്ക് 1 കിലോയ്ക്ക് 12 രൂപ, പൊട്ടറ്റോയ്ക്ക് 1 കിലോയ്ക്ക് 10 രൂപയാണ്, ഓണിയന് 1 കിലോയ്ക്ക് 16 റുപ്പീസ്, ക്യാരറ്റ് 18 റുപ്പീസ് ആണ്, ഗാർഡന് 8 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പോൾ കീർത്തി എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്ത് നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ യെല്ലോ പ്രൈസ് ലിസ്റ്റ്. കണ്ടില്ലേ ടെക്സ്റ്റ് ബുക്കിൽ ആ ഫിഗറിൽ പ്രൈസ് ലിസ്റ്റ് കണ്ടില്ലേ? ഹൗ മച്ച് ഡസ് 2 kilogram ഓഫ് ടൊമാറ്റോ കോസ്റ്റ്? ഓക്കെ, അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് എഴുതുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 69 എന്ന് എഴുതുക. എന്നിട്ട് ഐറ്റം പ്രൈസ് ഇൻ റുപ്പീസ് പെർ കിലോഗ്രാം എന്ന ആ യെല്ലോ ബോക്സ് എല്ലാവരും നോട്ട്ബുക്കിൽ വരയ്ക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസും എന്ന് എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതി ഉത്തരം കണ്ടുപിടിച്ച് എഴുതുക. ഓക്കെ, ഹൗ മച്ച് ഡസ് 2 kilogram ഓഫ് ടൊമാറ്റോ കോസ്റ്റ്? 2 കിലോ ടൊമാറ്റോയ്ക്ക് എത്ര രൂപ ആകും? എത്ര രൂപ ആകും? 1 കിലോയ്ക്ക് 12 റുപ്പീസ് ആണ്. ഇത് 2 കിലോയ്ക്കോ 12 into 2 that is equal to rupees 24. അതാണ് ഉത്തരം. ഓക്കെ, ഇതെളുപ്പമല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഡസ് ഹാഫ് കിലോ ഓഫ് ടൊമാറ്റോ കോസ്റ്റ്? എന്താണ്? 1 കിലോയ്ക്ക് 12 രൂപയാണെങ്കിൽ അര കിലോ ടൊമാറ്റോയ്ക്ക് എത്ര രൂപയായിരിക്കും? 1 കിലോയ്ക്ക് 12 രൂപയല്ലേ? 2 കിലോയ്ക്ക് 12 into 2 rupees equal to rupees 24 എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ അര കിലോയ്ക്കോ 12 into 1/2 അല്ലേ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 12 into half അല്ലേ? പകുതി. ഹാഫ് കിലോയ്ക്ക് 12 into 1 12 ആണ്. 12 divided by 2 എന്താണ്? 6 ആണ്. അപ്പോൾ റുപ്പീസ് 6 ആണ് അര കിലോയുടെ വില അല്ലേ? അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കിരൺ wants 2.5 kilogram of tomato. How much will it cost? കിരൺ എന്ത് ചെയ്തു? ഇനി കിരൺ പറയാണ്, കിരൺ 2.5 കിലോ ടൊമാറ്റോസ് വാങ്ങിച്ചു അല്ലേ? 2.5 അല്ലേ? 2 half എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. അത് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 1 + 1 + half എന്നാണ് അല്ലേ? 1 + 1 + half എന്താണ്? 1 + 1 2 ആണ്. 2 + half ആണ് എന്താണ്? 2.5 ആണ് അല്ലേ? അപ്പോൾ 2.5 കിലോ ടൊമാറ്റോസ് വാങ്ങിച്ചെങ്കിൽ അതിന് എത്ര രൂപയായിരിക്കാം? 1 + 1 + half 1 കിലോയ്ക്ക് 12 രൂപയാണ് അല്ലേ? 12 രൂപയാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ 1 കിലോയ്ക്ക് 12 രൂപയാണ്. ഇനി അര കിലോയ്ക്ക് 6 രൂപയാണ്. അപ്പോൾ 12 + 12 + 6 എന്താണ് ഉത്തരം? റുപ്പീസ് 30 എന്നാണ് ഉത്തരം. ഓക്കെ, റുപ്പീസ് 30 എന്ന് ഉത്തരം വരും. എല്ലാവരും എഴുതി. ഇനി അടുത്തത്, ഹൗ മച്ച് ഡസ് 3.5 kilogram പൊട്ടറ്റോ കോസ്റ്റ്? അങ്ങനെയെങ്കിൽ 3.5 കിലോ പൊട്ടറ്റോയ്ക്ക് എത്ര രൂപയാവും? 3.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 3.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + 1 + 1 + half എന്നാണ്. ആ 3 എന്നുള്ളത് 3 വണ്ണം പിന്നെ ഒരു ഹാഫ് ആക്കി. ഓക്കെ, ഇപ്പൊ 3.5. അപ്പോൾ 1 കിലോ പൊട്ടറ്റോയുടെ റുപ്പീസ് എത്ര രൂപയാണ്? 10 റുപ്പീസ് ആണ്. 1 കിലോയ്ക്ക് 10 ആണ്. രണ്ടാമത്തെ 1 കിലോയ്ക്ക് 10 റുപ്പീസ് ആയി. മൂന്നാമത്തെ 1 കിലോയ്ക്ക് 10 റുപ്പീസ് ആയി. പിന്നെ ഉള്ളത് ഹാഫ് ആണ് അല്ലേ? അപ്പോൾ 10 into half. ഓക്കെ, അപ്പോൾ എന്താണ്? 10 + 10 + 10 + 5 എന്നാണ് ഉത്തരം വരുന്നത് അല്ലേ? 3 10 പിന്നെ 10 into 1 എന്താണ്? 10 10 divided by 2 എന്താണ്? 5. 3 10 ഒരു 5. ഉത്തരം എന്ത് കിട്ടി? റുപ്പീസ് 35 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? റുപ്പീസ് 35. അപ്പോൾ 3 കിലോ പൊട്ടറ്റോസ് എത്ര രൂപയായി? റുപ്പീസ് 35. ഇനി അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1.4 kilogram ഓഫ് ക്യാരറ്റ്? എന്താണ്? 1.25 കിലോ ക്യാരറ്റ്. 1/4 എന്ന് വെച്ചാൽ എന്താണ്? 1/2 ഹാഫ് ആണ്. 1/4 കാൽ ആണ് അല്ലെ? ക്വാർട്ടർ ആണ്. അങ്ങനെയെങ്കിൽ 1.25 കിലോ ക്യാരറ്റിന് എത്ര രൂപയാകാം? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എഴുതുക. 1/4 എന്ന് പറയുന്നത് എന്താണ്? 1 + 1/4 ആണ് അല്ലേ? അപ്പോൾ 1 കിലോ ക്യാരറ്റിന് എത്ര രൂപയാണ്? നമുക്ക് ആ പ്രൈസ് ലിസ്റ്റിൽ കണ്ടുപിടിക്കാം. 18 ആണ്. ഇനി അര കിലോ ക്യാരറ്റിന് എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
18 into 1/4 ചെയ്യുക. ഓക്കെ, 18 into 1/4 ചെയ്യുക. ഉത്തരം എന്ത് കിട്ടും? നമുക്ക് ചെയ്ത് നോക്കാം. 18 plus 18 into 1 18 ആണ്. 18 divided by 4 എന്താണ്? 4.5 എന്ന് കിട്ടും. 4.5. ഓക്കെ, അപ്പോൾ ടോട്ടൽ റുപ്പീസ് എത്രയായി? 18 plus 4.5. 18 into 1/4 ചെയ്യുമ്പോൾ 4.5 ആണ് കിട്ടുന്നത്. 18 into 1 18 ആണ്. 18 divided by 4 എന്താണ്? 4.5 ആണ്. ഓക്കെ, അപ്പോൾ 18 plus 4.5 is equal to ഉത്തരം എന്ത് കിട്ടി? rupees 22.50. ഓക്കെ, ഉത്തരം കിട്ടി rupees 22.50. അപ്പോൾ ഈ 1.25 കിലോ ക്യാരറ്റ് എത്ര രൂപയായി? 22.50 rupees ആയി. ഇനി angle F. He bought a gourd of wheat 4 and 3/4 kilogram and it cost. അങ്ങനെയെങ്കിൽ കിരൺ എന്ത് ചെയ്തു? ഒരു ഗാർഡ് വാങ്ങിച്ചു. എത്രയാണ്? F question 4 3/4 എന്നാണ്. 4/3. 3/4 എന്താണ്? ഹാഫ് പാസ്റ്റ് ക്വാർട്ടർ ആണ് അല്ലേ? പകുതിയുടെയും കാല് കൂടുതൽ, മുക്കാലാണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആ 4 3/4 1 plus 1 plus 1 plus 1 അല്ലെ? 4 സ്പ്ലിറ്റ് ചെയ്ത് 1 plus 1 plus 1 plus 1 4 പ്രാവശ്യം സ്പ്ലിറ്റ് ചെയ്ത് ഇനി എന്തുണ്ട്? 3/4 ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് വാങ്ങിക്കുന്നത്? ഗോഡ് ആണ്. അപ്പോൾ ഗോഡിന്റെ വില കണ്ടുപിടിക്കാം. 1 കിലോയ്ക്ക് 8 plus 8 plus 8 plus 8 അല്ലെ? 8 4 തവണ കൂട്ടി. ഇനി എന്തുണ്ട്? 3/4 ഉണ്ട് അല്ലെ? അപ്പൊ 8 into 3/4. ഓക്കെ, ഈ ഒരു 8ന്റെ 1 കിലോയ്ക്ക് 8 രൂപ, രണ്ടാമത്തെ 1 കിലോയ്ക്ക് 8 രൂപ, മൂന്നാമത്തെ 1 കിലോയ്ക്ക് 8 രൂപ, നാലാമത്തെ 1 കിലോയ്ക്ക് 8 രൂപ. ഇനിയുള്ള 3/4 ആണ്. അത് കണ്ടുപിടിക്കാൻ 8 into 3/4 ചെയ്ത് നോക്കാം. ഓക്കെ, 8 into 3/4 എങ്ങനെ ചെയ്യും? ഈ 8 plus 8 plus 8 plus 8 4 പ്രാവശ്യം 8 കൂട്ടുമ്പോൾ 32 എന്ന് ഉത്തരം കിട്ടും. 32 plus 8 into 3/4. ഓക്കെ, 8 3s are 8 into 3 24. 24 divided by 4 എന്താണ്? 6 ആണ്. ഓക്കെ, 6 ആണ്. അപ്പോൾ 32 plus 6 എന്ന് കിട്ടും. 32 plus 6 ഉത്തരം എന്താണ്? rupees 38. അപ്പോൾ 4.25 കിലോ ഗോൾഡിന് എന്ത് വിലയായി? rupees 38 ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ G. Look at the shopping list in Kirti's hand. How much will she have to pay to buy all of these? എന്താണ്? Look at the shopping list in Kirti's hand. കീർത്തിയുടെ കയ്യിൽ നീല കളറിലെ ഷോപ്പിംഗ് ലിസ്റ്റ് കണ്ടോ? ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കണമെങ്കിൽ എന്താണ്? കീർത്തിക്ക് എത്ര രൂപ ചെലവാക്കേണ്ട വരും? Make a bill of your own for vegetables you want to buy. Find the total money you will have to pay. Okay, അത് ആദ്യമേ ചെയ്യാം. ആ ജിയുടെ ഒരു സൈഡിലൊരു ബോക്സ് ഉണ്ടോ? ആ ബോക്സ് നമുക്ക് നോട്ട്ബുക്കിൽ വരയ്ക്കാം, എന്നിട്ട് ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ കീർത്തി എന്തെല്ലാം വാങ്ങിച്ചു? ആ ബ്ലൂ ഒരു ലിസ്റ്റ് കണ്ടോ? പൊട്ടറ്റോ 2 into 1/4 kilogram, carrot 3 into 3/4 kilogram, 3 and 3/4 kilogram, gourd 1.5 kilogram. ഓക്കെ, അപ്പൊ കീർത്തി ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു. ആ സാധനങ്ങൾക്ക് എത്ര രൂപയും കണ്ടുപിടിക്കാൻ താഴത്തെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഗ്രീൻ, പിങ്ക്, യെല്ലോ ഷെയ്ഡ് ബോക്സ് ഉണ്ട്. ഐറ്റം പ്രൈസ് ഇൻ rupees per kilogram, എമൗണ്ട് എന്നുള്ള 3 ബോക്സ് ഉണ്ട്. ആ ബോക്സ് എല്ലാവരും നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഫസ്റ്റ് ജി എന്നുള്ള ലുക്ക് അറ്റ് ദ ഷോപ്പിംഗ് ലിസ്റ്റ് ഇൻ കീർത്തിസ് ഹാൻഡ്. How much will she have to pay to buy all of these എന്ന ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് പൊട്ടറ്റോ 2 and 1/4 kilogram, carrot 3 and 3/4 kilogram, gourd 1.5 kilogram എന്ന ക്വസ്റ്റ്യൻസിന്റെ കൂടെ തന്നെ എഴുതുക. എന്നിട്ട് ഈ ഒരു ബോക്സ് എല്ലാവരും നോട്ട്ബുക്കിൽ വരയ്ക്കുക. എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ്? പൊട്ടറ്റോ. ഐറ്റത്തിന്റെ അവിടെ എന്ത് എഴുതും? നോട്ട്ബുക്കിൽ ഈ ഒരു ടേബിൾ വരയ്ക്കുക. ക്വസ്റ്റ്യൻ എഴുതി എന്തൊക്കെ സാധനം 3 സാധനങ്ങളുടെ ലിസ്റ്റും ആ ക്വസ്റ്റ്യനെ കൂടെ എഴുതി. ഇനി ഫസ്റ്റ് ബോക്സ് ഐറ്റം അല്ലെ? ഐറ്റം. ഇനി നമ്മൾ ആ പ്രൈസ് ആ ടേബിളിൽ കണ്ടുപിടിക്കാൻ ഫിൽ ചെയ്യാൻ പോവാണ്. ഇൻ rupees per kilogram. ഇനി അടുത്തത് എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഐറ്റം ഫസ്റ്റ് ഐറ്റം എന്താണ്? പൊട്ടറ്റോ. അവിടെ എഴുതിക്കാൻ പൊട്ടറ്റോ 2 1/4 kilogram. ഓക്കെ, നീല ചാർട്ടിലുള്ളത് പോലെ 2 1/4 kilogram വാങ്ങിക്കണം അല്ലെ? 2 1/4 kilogram പൊട്ടറ്റോക്ക് എത്ര രൂപയാവും?
1 കിലോ പൊട്ടറ്റോക്ക് എത്ര രൂപയാണ്? പ്രൈസ് ഇൻ റുപ്പീസ് പെർ കിലോഗ്രാം 1 കിലോ പൊട്ടറ്റോയ്ക്ക് എത്ര രൂപയാണ്? 10 രൂപയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ 2 and 1/4 കിലോഗ്രാം പൊട്ടറ്റോക്ക് എത്ര രൂപയായിരിക്കാം? 10 plus 10 plus 10 into 1/4 അല്ലേ? ആ 2 എന്നുള്ളത് 10 plus 10 ആക്കാം അല്ലേ? 2 പ്രാവശ്യം 10 കൊടുക്കുന്നത്. ഇനി 1/4 10 into 1/4 എന്നാക്കാം. അപ്പോൾ 10 plus 10 plus 10 into 1/4 കിട്ടും 20 plus 10 into 1 10 ആണ്. 10 divided by 4 എന്താണ്? 2.5 ആണ്. 20 plus 2.5 it is equal to rupees 22.5. ഓക്കെ, അപ്പോൾ പൊട്ടറ്റോയുടെ വില കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ക്യാരറ്റ്, സെക്കൻഡ് ഐറ്റം എന്താണ്? ക്യാരറ്റ്. ക്യാരറ്റിന്റെ വില എന്താണ്? 3 and 3/4 കിലോഗ്രാം. ക്യാരറ്റിന്റെ എത്ര കിലോ വാങ്ങിച്ചു? 3 and 3/4 കിലോഗ്രാം. 1 കിലോയ്ക്ക് എത്ര രൂപയാണ്? 18 rupees ആണ്. അപ്പോൾ 3.25 കിലോ വാങ്ങിച്ചല്ലേ? 3 പ്രാവശ്യം 18 കൂട്ടി കൊടുക്കാം. 18 plus 18 plus 18 plus ഇനി എന്ത് ചെയ്യണം? 18 into 3/4. ഓക്കെ, 18 into 3/4. അപ്പോൾ 18 plus 18 plus 18 എന്ത് ഉത്തരം കിട്ടും? 54 plus ഇനി 8 into 3/4 ചെയ്ത് നോക്കി. 18 into 3 ആദ്യം ചെയ്യുക. കിട്ടുന്ന ഉത്തരം divided by 4. ഉത്തരം എന്ത് കിട്ടും? 13.50 എന്ന് കിട്ടും. 54 plus 13.50 എന്താണ്? rupees 67.50 ആണ്. ഓക്കെ, 67.50. എല്ലാവരും ഞാനിപ്പം ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. എൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം, മസ്റ്റായിട്ടും ചെയ്യണം. ഇനി അടുത്തത് ഗാർഡ്, GOURD, ഗാർഡ്. ഗാർഡ് എത്ര കിലോ വാങ്ങിച്ചു? 1.5 കിലോ വാങ്ങിച്ചു അല്ലെ? 1 കിലോ ഗാർഡിന് 8 രൂപയാണ് അല്ലെ? 1.5 8 plus 8 into 1/2. ഓക്കെ, 8 plus 8 into 1/2 എന്താണ്? 8 plus 4 that is equal to rupees 12. ഓക്കെ, അപ്പോൾ നമ്മൾ കീർത്തിയുടെ ഷോപ്പിംഗ് ലിസ്റ്റ് ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ക്വസ്റ്റ്യൻ എഴുതുക. ബ്ലൂ കളറിലെ ആ ഒരു ബോക്സ് ക്വസ്റ്റ്യൻ്റെ കൂടെ എഴുതുക, വരച്ചിടുക. എന്നിട്ട് ഈ ഒരു ബോക്സ് ആൻസർ ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് H. Make a bill of your own for vegetables you want to buy. Find the total money you will have to pay. എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പൊ ആരൊക്കെയാണ് ഷോപ്പിംഗ് ചെയ്തത്? കീർത്തി ചെയ്തു, കിരൺ ചെയ്തു അല്ലെ? ഇനി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു സാധനങ്ങളുടെ ലിസ്റ്റ് ഇപ്പൊ കണ്ടില്ലേ? ബ്ലൂ ഒരു ബോക്സ് എഴുതിയിട്ടുണ്ടല്ലേ? കീർത്തി പൊട്ടറ്റോ വാങ്ങിച്ചു, ഗാർഡ് വാങ്ങിച്ചു, ക്യാരറ്റ് വാങ്ങിച്ചു അല്ലെ? ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 വെജിറ്റബിൾസിന്റെ പേര് എഴുതുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തൂക്കം എഴുതുക. എന്നിട്ട് ഇതുപോലൊരു ബോക്സ് വരച്ചിട്ട് അതിന്റെ പ്രൈസ് ലിസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുക. ഇവിടെ ഗ്രാൻഡ് ടോട്ടൽ ചെയ്യാനുണ്ട് കേട്ടോ. താഴത്തെ ഐറ്റം ടോട്ടൽ എന്ന് കിടക്കുന്നിടത്ത് ഈ 3 ആൻസേഴ്സ് തമ്മിൽ കൂട്ടണം. 22.5 plus 67.50 plus 12 ചെയ്യുക. ഉത്തരം എന്ത് കിട്ടും? 102 എന്ന് ഉത്തരം കിട്ടും. 102 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ തുകയും കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊട്ടറ്റോസ് എത്ര കിലോ വാങ്ങിക്കുന്നു നിങ്ങൾ ഉമ്മയോടാണെങ്കിലും ചോദിച്ചാൽ മതി, ഉമ്മ പറഞ്ഞുതരും. അങ്ങനെ ആ ലിസ്റ്റ് സ്വന്തമായിട്ട് എഴുതുക, ക്വസ്റ്റ്യൻ എഴുതുക, ആ ലിസ്റ്റ് എഴുതുക, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ ബ്ലൂ ബോക്സിലുള്ള പോലെ നിങ്ങൾ എഴുതുക. എന്നിട്ടോ ഇതുപോലൊരു ടേബിള് വരയ്ക്കുക. എന്നിട്ടോ എന്നിട്ട് സ്വന്തമായിട്ട് ആ വില കണ്ടുപിടിച്ച് മൊത്തം തുക കണ്ടുപിടിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നതോ? നമുക്കിനി അടുത്ത ഭാഗം പഠിക്കാം. ഓക്കെ, പ്രാക്ടീസ് ടൈം. പേജ് നമ്പർ 70. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റഹീംസ് ജേർണി. റഹീം ഒരു യാത്ര പോവുകയാണ്, അതിനെ കുറിച്ചിട്ടാണ്. റഹീം ഹാസ് ടു ട്രാവൽ 1.25 kilometer, 1/4 kilometer to reach school. എന്താണ്? റഹീമിന് സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് 1.25 അല്ലെ? 1/4 എന്ന് വെച്ചാൽ എന്താണ്? ക്വാർട്ടർ ആണ് അല്ലെ? 1/4% അല്ലെ? അപ്പോൾ 1.25 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം റഹീമിന് എവിടെ എത്താൻ? സ്കൂളിലെത്താൻ. What distance does he travel to go to school and come back home? എന്താണ്? അങ്ങനെയെങ്കിൽ റഹീം സ്കൂളിൽ പോകാനും തിരിച്ച് വീട്ടിലെത്താനുമായിട്ട് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ഒരു സൈഡിലോട്ടുള്ള ദൂരം എന്താണ്? 1.25 കിലോമീറ്റർ ആണ് അല്ലേ? അപ്പൊ തിരിച്ചും 1.25 കിലോമീറ്റർ യാത്ര ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് ടോട്ടൽ അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. എന്നിട്ട് എന്താണ്? ഡിസ്റ്റൻസ് that Rahim has to travel
to go to school and come back home എന്ന് എഴുതിയിട്ട് എന്താ is equal to എന്താണ് 1/4 പ്ലസ് 1/4 അല്ലേ? സ്കൂളിലോട്ട് പോകുന്ന ദൂരവും തിരിച്ചു വരുന്ന ദൂരവും തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം? ഈ 1/4 വെച്ചാൽ എന്താണ് 1 പ്ലസ് 1/4 ആണ് അല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 1 പ്ലസ് 1/4 അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻസ് ഒരുമിച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ നമ്പേഴ്സ് ഒരുമിച്ച് ആഡ് ചെയ്യാം. 1 പ്ലസ് 1 എന്താണ് 2, 2 പ്ലസ് 1/4 പ്ലസ് 1/4. ഓക്കെ, അപ്പൊ എന്താണ് 2 പ്ലസ് 1/4 പ്ലസ് 1/4 എന്താണ് കാലും കാലും അല്ലെ? ക്വാർട്ടർ പ്ലസ് ക്വാർട്ടർ എന്താണ് ഹാഫ് ആണ് അല്ലെ? 1 പ്ലസ് 1 എന്താണ് 2, 2/4. ഇവിടെ ഡിനോമിനേറ്റർ 4 തന്നെയാണ് അല്ലെ രണ്ടിടത്ത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ 4 തന്നെ എഴുതി, എന്നിട്ട് മോളിലത്തെ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്തു. 1 പ്ലസ് 1 that is equal to എന്താണ് 2. ഈ 2/4 എന്നുള്ളത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെറുതാക്കാൻ പറ്റുമല്ലോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ഡിവൈഡ് ബൈ 2 എന്താണ് 1 ആണ്. 2 ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 2 എന്താണ് 2 ആണ്. അപ്പോൾ ഉത്തരം എങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതാം? 2 പ്ലസ് 1/2 അല്ലേ? 2 ഡിവൈഡ് ബൈ 2 എന്താണ് 1 ആണ്. 4 ഡിവൈഡ് ബൈ 2 എന്താണ് 2 ആണ് അല്ലേ? അപ്പോൾ മുകളിൽ ന്യൂമറേറ്ററിൽ 1 കിട്ടി, ഡിനോമിനേറ്ററിൽ 2 കിട്ടി. അപ്പോൾ 2 പ്ലസ് 1/2. 2 പ്ലസ് 1/2 എന്താണ് 2 and 1/2 കിലോമീറ്റർ ആണ് അല്ലേ? 2 and 1/2 കിലോമീറ്റർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് കിടക്കാണ് നമ്മൾ ഒരുമിച്ച് എഴുതി അല്ലേ? അപ്പോൾ 2.5 കിലോമീറ്റർ വേണം, 2.5 കിലോമീറ്റർ വേണം റഹീമിന് സ്കൂളിലോട്ട് പോയി തിരിച്ച് എന്താണ് സ്കൂളിൽ നിന്ന് മടങ്ങി വീട്ടിലെത്താനും വേണ്ടി. ടോട്ടൽ ഡിസ്റ്റൻസ് റഹീം സഞ്ചരിച്ചത് എത്ര ദൂരമാണ്? 2.5 കിലോമീറ്റർ ആണ്. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ഉത്തരം ഇതുപോലെ മനസ്സിലാക്കി ചെയ്യുക. ഇങ്ങനെയല്ല നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ സംഭവങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഈ 2 and 1/2 എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ 1 and 1/4 എന്ന് പറയുന്നതും ഒരു ഫ്രാക്ഷൻ അല്ലെ? ഒരു ഫ്രാക്ഷൻ എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ രീതിയിലാണ് അല്ലെ? ഒരു ഫ്രാക്ഷൻ മാത്രമല്ല, ആ ഫ്രാക്ഷന്റെ കൂടെ ഒരു നമ്പർ ഇവിടെ വന്നിരിക്കുകയാണ് അല്ലെ? അങ്ങനെ നമ്പറും ഫ്രാക്ഷനും കൂടെ ഒരുമിച്ച് വന്നാൽ നമുക്ക് അതിനെ സിംപ്ലസ്റ്റ് ഫോം ഫ്രാക്ഷൻ ഫോമിലോട്ട് ആക്കാൻ വേണ്ടി എങ്ങനെ ചെയ്യാം എന്നുള്ള മിസ് ഒന്ന് പഠിപ്പിച്ചു തരാം. ഇതെല്ലാവരും അപ്പം മനസ്സിലാക്കി നോട്ട്ബുക്കിൽ എഴുതുക. ഈ സെയിം ക്വസ്റ്റ്യൻ വേറൊരു രീതിയിൽ സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ ആണ് ഓർ എന്ന് എഴുതി എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിക്കോളൂ. ഓർ ഈ സെയിം ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ് ഈ 1 and 1/4 അല്ലേ? അപ്പോൾ ഒരു സൈഡിലോട്ടുള്ള ദൂരം 1 and 1/4 ആണ്. അപ്പോൾ നമുക്ക് അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, ഒരു നമ്പറും ഉണ്ട് പിന്നെ ഒരു ഫ്രാക്ഷനും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. ആ മിക്സഡ് ഫ്രാക്ഷനെ സിംപ്ലസ്റ്റ് ഫോമായ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെ ചെയ്യാം നോക്കിക്കേ. ഈ നമ്പർ ഉള്ള ആ നമ്പർ ഉണ്ടാവും ആ 1, താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ഉണ്ടോ 4, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ് 1 into 4 എന്താണ് 1 into 4 എന്താണ് 4 തന്നെയാണ് അല്ലേ? ഇനി മോളിൽ ന്യൂമറേറ്ററിന്റെ സ്ഥാനത്ത് മറ്റൊരു 1 കിടക്കാണ് അല്ലേ? അപ്പൊ 1 into 4 ഉത്തരം കിട്ടി. ആ ഉത്തരം കിട്ടിയ ആ ഒരു നമ്പറിനെ മുകളിലത്തെ ന്യൂമറേറ്റർ കൊണ്ട് പ്ലസ് ചെയ്യുക. 4 plus 1 എന്താണ് 5. അപ്പൊ 5 ആക്കുക. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, അപ്പൊ 1 and 1/4 എന്ന ആ ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? സിംപ്ലസ്റ്റ് മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ കറക്റ്റും എന്താക്കി ഒരു സാധാരണ ഫ്രാക്ഷൻ രൂപത്തിലാക്കി അല്ലേ? എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? ആ ഡിനോമിനേറ്ററിന് യാതൊരു വ്യത്യാസവും ഇല്ല. ഡിനോമിനേറ്റർ താഴെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി ന്യൂമറേറ്റർ നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ നമ്പറും ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന ഉത്തരം മുകളിലത്തെ ന്യൂമറേറ്റർ കൊണ്ട് ആഡ് ചെയ്യണം. 1 into 4 ആണ്. 4 plus 1 എന്താണ് 5. അപ്പൊ സിംപ്ലസ്റ്റ് ഫോം ആയല്ലേ 5/4. അപ്പോൾ ഒരു സൈഡിലോട്ടുള്ള ദൂരം എന്താണ് റഹീമിന് 1/4 എന്ന് പറയുകയും ചെയ്യാം, അല്ലെങ്കിൽ 5/4 കിലോമീറ്റർ എന്നും പറയാം. അപ്പോൾ രണ്ട് സൈഡിലോട്ടുള്ള ദൂരം എന്തായിരിക്കും? 1/4 പ്ലസ് 1/4 എന്ന് പറയുന്നതിന് പകരം എന്താണ് 5/4 പ്ലസ് 5/4 എന്ന് എഴുതി കൂടെ? എഴുതാൻ സാധിക്കും അല്ലെ? കാരണം എന്താ 1/4 എന്ന് വെച്ചാൽ എന്താണ് 5/4 എന്നാണ്. അപ്പൊ രണ്ട് സൈഡിലുള്ള ദൂരം എങ്ങനെയാണ്
1/4 plus 1/4. That is equal to 5/4 plus 5/4. ഇവിടെ നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഉത്തരത്തിന്റെ ഡിനോമിനേറ്റർ അത് തന്നെ എഴുതാം അല്ലെ. ഡിനോമിനേറ്റേഴ്സ് രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, രണ്ട് ഫ്രാക്ഷന്റെയും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഉത്തരത്തിന്റെ ഡിനോമിനേറ്റർ അത് തന്നെയാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ by4 ഞാൻ എഴുതി. ഇനി ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത 5 plus 5 എന്താണ്, 5 plus 5 എന്താണ് 10 ആണ്. അപ്പോൾ ഉത്തരം എന്ത് കിട്ടി, 10/4. ഈ 10നെ 4നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഒരു സിംപ്ലസ്റ്റ് ഫോമിലാക്കി കൊടുക്കാം. ഓക്കെ, 10 divided by 2 എന്താണ് 5 ആണ്. ഇനി 4 divided by 2 എന്താണ് 2 ആണ്. അപ്പോൾ 5/2 കിലോമീറ്റർ കിട്ടി. ഈ 5/2 കിലോമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്, 5ന്റെ പകുതി. That is equal to 2.5 കിലോമീറ്റർ. സത്യമല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ ആ രീതിയിലും ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മിസ് പഠിപ്പിച്ച ഈ ഒരു രീതിയിലും സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ 2.5നെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിൽ കിടക്കാം. അത് നമ്മൾ എങ്ങനെയാ കണ്ടോ, ഈ ഒരു ആൻസർ കിട്ടാൻ വേണ്ടി എങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററിന് വ്യത്യാസമൊന്നുമില്ല, by2 എഴുതി. ഇനി ആ നമ്പറും ഡിനോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. 2 into 2 4 ആണ്. 4 plus 1 എന്താണ് 5 അല്ലെ. അപ്പൊ 2.5ന് നമ്മൾ എന്താക്കി, 5/2 എന്ന മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ സാധാരണ പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് അല്ലെ. അപ്പോൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ വന്നാൽ എങ്ങനെയാണ് സാധാരണ ഒരു പ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇത് പാഠഭാഗത്തില്ലായിരുന്നു, മിസ്റ്റർ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ആയിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, രണ്ട് രീതിയിൽ ആൻസർ ചെയ്യാം. ആ രണ്ട് ആൻസേഴ്സും നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, ആ ആൻസറിന്റെ കൂടെ ഫസ്റ്റ് സ്റ്റെപ്പിലെ ആൻസർ എഴുതുക. എന്നിട്ട് ആ ആൻസറിന് ഉത്തരം കണ്ടുപിടിച്ചെങ്കിൽ എന്താണ് ഓർ ഇട്ട് ഈ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. What coins? Lata bought a pencil and a pen for 7.5 rupees. എന്താണ്, ലത ഒരു പെൻസിലും പേനയും 7.5 rupees വാങ്ങിച്ചല്ലേ. She gave ₹10. കടക്കാരന് ലത എത്ര രൂപ കൊടുത്തു, ₹10. The shopkeeper gave back the money in half and quarter rupees. എന്താണ്, ഷോപ്കീപ്പർ 10 രൂപ കൊടുത്തു, 7.5 രൂപയായുള്ളൂ അല്ലെ. ബാക്കി ഉള്ള 2.5 രൂപ 50 പൈസയുടെയും 25 പൈസയുടെയും കോയിൻസ് ആക്കിയാണ് കടക്കാരൻ ലതയ്ക്ക് കൊടുത്തത്. What are the coins she got? അങ്ങനെയെങ്കിൽ ഏതൊക്കെ കോയിൻസ് ആവാം ലതയ്ക്ക് കടക്കാരൻ തിരിച്ചു നൽകിയത്, ബാലൻസ് ആയിട്ട് നൽകിയത്? അപ്പൊ നമുക്കറിയാം ബാലൻസ് ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക. അതിന്റെ ഉത്തരം ഇങ്ങനെ എഴുതുക. ബാലൻസ് is equal to 10 minus 7.5 അല്ലെങ്കിൽ 10 minus 7.5. 7.5 7 1/2 നമുക്ക് എങ്ങനെ എഴുതാം, 7.5 എന്ന് എഴുതാലോ. കാരണം എന്താണ്, ഹാഫിന് 0.5 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ 10 minus 7.5 എന്താണ് 2.5 rupees അല്ലെങ്കിൽ 1/2 rupees അല്ലെ. 2.5 രൂപ മിച്ചമുണ്ട്. ആ 2.5 രൂപ കടക്കാരൻ 50 പൈസയുടെയും 25 പൈസയുടെയും കോയിൻസ് ആക്കാണ് ലതയ്ക്ക് കൊടുത്തത്. അപ്പൊ എത്രയൊക്കെ പ്രോബബിലിറ്റി ഉണ്ട്, ഏതൊക്കെ തരത്തിലായിരിക്കാം കടക്കാരൻ ലതയ്ക്ക് തിരിച്ച ബാലൻസ് ക്യാഷ് കൊടുത്തത്? ഒരു 3-4 പ്രോബിലിറ്റി ഉണ്ട്, മിസ് ഒന്ന് പറഞ്ഞുതരാം. നമ്പർ 1 പ്രോബിലിറ്റി ഇതാണ്. 8 number of 25 paise and 1 number of 50 paise coin. 8 number of 25 paise coins എന്ന് വെച്ചാൽ എത്ര രൂപയായി, 4 നമ്പർ 25 paise coin ആകുമ്പോൾ 1 രൂപയായി. ഓക്കെ, അപ്പോൾ 8 number of 25 paise coin ആകുമ്പോൾ 2 rupees ആയി. പിന്നെ എൻ്റെ കൂടെ 150 paise coin, അപ്പോൾ എത്രയായി 2.5 2 rupees 50 paise അല്ലേ. അങ്ങനെ 2 രൂപ തിരിച്ചു കൊടുത്തിരിക്കാം. അല്ലെങ്കിൽ നമ്പർ 2 പ്രോബിലിറ്റി ഇതാണ്. 6 number of 25 paise and 2 number of 50 paise coins. 6 number of 25 paise ആകുമ്പോൾ എത്രയാണ്, 1.5 rupees ആണ്. 2 number of 50 paise 1 rupees ആണ്. അപ്പോൾ 1.5 plus 1 എന്താണ്, 2.5 rupees ആയി അല്ലേ. അപ്പൊ അങ്ങനെ കൊടുത്തിരിക്കാം. ഇനി മൂന്നാമത്തെ ചാൻസ് ഏതാണ്, 4 number of 25 paise coin and 3 number of 50 paise coin. 4 number of 25 paise coin എന്ന് വെച്ചാൽ 1 രൂപയാണ്. 3 number of 50 paise coins എന്ന് വെച്ചാൽ 1.5 rupees ആണ്. അപ്പം 1 plus 1.5 എന്താണ്, 2.5 rupees ആയി. ഇനി നാലാമത്തെ പ്രോബിലിറ്റി, 2 number of 50 paise coin and 4 number of 2 number of 25 paise coin and 4 number of 50 paise coin. എന്താണ്,
2 number of 25 paise എന്ന് വെച്ചാൽ എത്രയാണ് 50 എന്നാൽ 50 പൈസ ആണ് അല്ലെ. ഇനി 4 number of 50 paise coins വെച്ചാൽ 2 rupees ആണ്. ഓക്കെ, അപ്പോൾ 2 rupees ഹാഫ് ഓൺ അവർ 2 and half അല്ലെ. അപ്പോൾ ഇങ്ങനെ 3-4 രീതിയിൽ നമുക്ക് ആ 50 പൈസ കോയിനെ 25 പൈസ കോയിനെ നമുക്ക് ഒന്ന് അസ്യൂം ചെയ്തെടുക്കാം അല്ലെ. അപ്പൊ ഈ 4 ചാൻസസ് നിങ്ങൾ എഴുതിക്കോളും. ഓക്കെ, ഒന്നുകൂടെ വായിക്കാം. 8 number of 25 paise and 1 number of 50 paise coin. Number 2, 6 number of 25 paise and 2 number of 50 paise coin. Number 3, 4 number of 25 paise and 3 number of 50 paise coin. And number 4, 2 number of 25 paise coin and 4 number of 50 paise coin. Okay. In another 3 at the railway station. Okay, 3 question എഴുതുക. 3 at the railway station. ആ ക്വസ്റ്റ്യൻ ഇതാണ്. ആ ക്വസ്റ്റ്യനിൽ തൊട്ടുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. Your attention please. Mangalore Express coming from Mangalore and going to Tirunelveli is now running late by half an hour. എന്താണ്? ഒരു റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയാണ്. അപ്പം അവിടുത്തെ ഒരു അനൗൺസ്മെന്റ് ആണ്. എന്താണ്? മാംഗ്ലൂർ എക്സ്പ്രസ് മാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തോട്ട് പോകുന്ന മാംഗ്ലൂർ എക്സ്പ്രസ് ഇന്ന് ഒരു ഹാഫ് ആൻ അവർ, അരമണിക്കൂർ ലേറ്റ് ആണ് എന്ന് അനൗൺസ്മെന്റിൽ പറയണേ. അപ്പോൾ ഒരാൾ പറയുന്നത് എന്താണ്? ഓ, ദ ട്രെയിൻ ഈസ് ലേറ്റ് ടുഡേ, ദ റൈറ്റ് ടൈം ഈസ് 6:45. ഇന്ന് ട്രെയിൻ ലേറ്റ് ആണ്. ശരിക്കും ഒരു 7 മണി ആവാൻ 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് സാധാരണ ട്രെയിൻ അവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഈ 6:45 എന്ന് വെച്ചാൽ എന്താണ്? 7 അടുക്കാൻ 15 മിനിറ്റ്. ക്വാർട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് 15 മിനിറ്റ്സ് ആണ്. 1/4 ആ 60 മിനിറ്റിന്റെ ഇൻറ്റു 1/4 ചെയ്ത് നോക്കിയാൽ 60 ഇൻറ്റു 1 മിനിറ്റ് എന്ന് വെച്ചാൽ 60, 1 അവർ എന്ന് വെച്ചാൽ 60 മിനിറ്റ്സ് ആണ്. അപ്പൊ 60 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഹാഫ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സ് ആണ്. അപ്പോൾ 7 അടുക്കാൻ 15 മിനിറ്റ്സ് ബാക്കിയുള്ളപ്പോഴാണ് ആ ട്രെയിൻ എത്തേണ്ടിയിരുന്നത് എന്നൊരാൾ പറയുന്നു. അങ്ങനെ ആക്ച്വൽ ടൈം എത്രയായിരുന്നു ട്രെയിൻ എത്തേണ്ടിയിരുന്നത്? 6:45 അല്ലെ, 6:45 എത്തേണ്ടിയിരുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് എ എന്ന ക്വസ്റ്റ്യൻ എഴുതുക. What time is the train expected to come today? 7 മണിയാവാൻ 15 മിനിറ്റ് ഉള്ള ടൈമിലാണ് ആ ട്രെയിൻ എത്തേണ്ടിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ what time is the train expected to come today? ഇന്ന് ഹാഫ് ആൻ അവർ ലേറ്റ് ആണെന്ന് അനൗൺസ്മെന്റിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് സമയത്താവും ഇന്ന് ട്രെയിനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഏത് സമയത്തായിരിക്കാം? എ എന്നെല്ലാവരും ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് അതിന്റെ ആൻസർ ഇങ്ങനെ എഴുതാം. Right time, RIGHT, right time is equal to എത്രയാണ്? 6:45 അല്ലെ. ശരിക്കും വരേണ്ടിയിരുന്ന സമയം 6:45 ആയിരുന്നു. പക്ഷേ ട്രെയിൻ 30 മിനിറ്റ്സ് ലേറ്റ് ആണ് അല്ലെ. ട്രെയിൻ ഈസ് ലേറ്റ് ബൈ 30 minutes. MINUTES 30 minutes. Okay, but train is late by 30 minutes. Therefore, expected time is equal to എന്താണ്? എന്തെഴുതാം? 6:45 plus 30 minutes. Okay, 6:45 plus 30 minutes. Okay, അപ്പോൾ 6 hour 45 minutes plus 30 minutes ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതെല്ലാം ചെയ്ത് നോക്കി. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഹവറും മിനിറ്റും ഉണ്ട്. അപ്പം നമുക്ക് 6 ഹവറും ഉണ്ട്, 45 മിനിറ്റ്സും ഉണ്ട്, പ്ലസ് 30 മിനിറ്റ്സ് ഉണ്ട്. 30യുടെ കൂടെ ഹവേഴ്സ് ഒന്നുമില്ല. അപ്പം നമുക്ക് ഇത് നമ്മൾ ആഡ് ചെയ്യാം. 5 plus 0 5 ആണ്. 4 plus 3 എന്നത് 7 ആണ്. 6ലൂടെ ഒന്നുമില്ല. അപ്പോൾ 6 hours 75 minutes ആണ് ശരിക്കും എക്സ്പെക്റ്റഡ് ടൈം അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഉത്തരം എന്താണ്? 6 hour 75 minutes. 75 മിനിറ്റ്സ് എന്നൊരു കണക്കുണ്ടോ? 60 മിനിറ്റ്സ് ആണ് 1 മണിക്കൂർ അല്ലെ. അപ്പോൾ 60 plus 15 ആണ്. 75 എന്ന് പറയുന്നത് എന്താണ്? 60 plus 15 ആണ് അല്ലെ. 75 മിനിറ്റ്സ് എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് പ്ലസ് 50 മിനിറ്റ്സ് ആണ്. 60 മിനിറ്റ്സ് ആകുമ്പോൾ 1 മണിക്കൂർ അല്ലേ, 1 മണിക്കൂറാണ്. അപ്പം 1 hour പ്ലസ് 50 മിനിറ്റ്സ് ആണ് 75 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ അല്ലേ.
1 hour plus 15 minutes ആണ് 75 minutes. അപ്പോൾ നമുക്ക് ഇവിടെ അന്ന് ആഡ് ചെയ്ത് കൊടുക്കാം 60 hour നമ്മൾ 75 minutes നമ്മൾ കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഒരൊറ്റ മണിക്കൂറായിട്ട് കൺവേർട്ട് ചെയ്യുക. എങ്ങനെ ചെയ്യാം? 6 hour 75 minutes നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഈ 75 മിനിറ്റ്സിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി? 7 hour 15 minutes എന്നാക്കാം. അതെങ്ങനെ കിട്ടി? 6 hour 75 minutes അല്ല, 75 minutes നമ്മൾ 6 hour plus 75 minutes എന്നല്ലേ സാധാരണ നമ്മൾ പറയുന്നത്. 6 hour 75 minutes എന്ന് വെച്ചാൽ എന്താണ്? 6 hour 75 minutes എന്ന് വെച്ചാൽ എങ്ങനെ പറയാം? 6 hour 75 minutes എന്ന് വെച്ചാൽ എന്താണ്? 6 hour plus 75 minutes എന്നാണ്. ഓക്കെ, ആ 75 minutes നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 1 hour 15 minutes എന്ന് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6 hour plus 1 hour 15 minutes that is equal to എന്താണ്? 7 hour 15 minutes എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് ടൈം എന്താണ്? അല്ലെങ്കിൽ നമുക്കറിയാം 6:45 ടൈം ട്രെയിൻ വരേണ്ട ടൈമിൽ അരമണിക്കൂർ ലേറ്റ് ആയ അരമണിക്കൂറിന് ആഡ് ചെയ്താൽ എന്തായിരിക്കും? 7:15 സമയം അല്ലേ? അപ്പോൾ 7 hour 15 minutes ആണ്. അത് നമ്മൾ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്സ്പെക്റ്റഡ് ടൈം 6:45 അല്ലെ, 6:45 plus 30 minutes. 6:45 30 minutes കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6:45 plus 6 hour 45 minutes plus 30 minutes ആഡ് ചെയ്യുമ്പോൾ 6 hour 75 minutes എന്ന് കിട്ടും. ഈ 75 minutes നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ 1 hour 50 minutes എന്നാക്കാം. അപ്പോൾ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്തു? 6 hour 75 minutes നമുക്ക് എന്താണ്? 7 hour 50 minutes എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലാവുന്നല്ലോ? എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നല്ലോ? കൺഫ്യൂഷൻ ആവുന്നതിന് മിസ്സിനെ ഈ ക്ലാസ് റിമൈൻഡ് ചെയ്ത് നോക്കുക. എന്നിട്ടും ഡൗട്ട് ആണെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് ബി. നാസിയ നോട്ട്ബുക്കിലോട്ട് എഴുതാം കേട്ടോ. ഇനി അടുത്തത് ബി. നാസിയ ഗെറ്റ്സ് ഓഫ് അറ്റ് എ സ്റ്റേഷൻ ആഫ്റ്റർ 2.5 hours ഫ്രം ദി സ്റ്റേഷൻ. എന്താ? നാസിയ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു? 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടായിരുന്നു ഈ സ്റ്റേഷനിൽ നിന്ന് നാസിയ പോയിക്കൊണ്ടിരുന്നത്. വാട്ട് ടൈം വിൽ ഷീ ഗെറ്റ് ഓഫ്? അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നാസിയ ഇപ്പോൾ ഇന്ന് ട്രെയിൻ താമസിച്ചവർ നാസിയക്ക് എപ്പോഴാണ് സ്റ്റേഷനിൽ പോകാൻ സാധിക്കുന്നത്? ബി എന്ന ക്വസ്റ്റ്യൻ എഴുതുന്നാൽ എഴുതുക. ബി, Nasia's time after 2.5 hours അല്ലേ? ഈ ട്രെയിനിൽ കയറിയിട്ട് 7:15 ലേറ്റ് ആയിട്ട് ഈ ട്രെയിനിൽ കയറിയിട്ട് 2.5 മണിക്കൂർ നാസിയക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാസിയ ശരിക്കും ആ സ്ഥലത്ത് എത്തുന്നത്, നാസിയക്ക് ഇറങ്ങേണ്ട ആ സ്റ്റേഷനിൽ എത്തുന്നത് എപ്പോഴായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നാസിയ 2.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ട വ്യക്തിയാണ് അല്ലേ? അപ്പൊ നാസിയ എത്ര മണിക്കൂർ എത്തുമായിരിക്കും? Nasia's time after 2.5 hours equal to നമുക്ക് 7:15 ആ സ്റ്റേഷനിൽ നിന്ന് കയറി അല്ലേ? 7:15 ആ സ്റ്റേഷൻ 7 hour 50 അല്ലേ? 7:15 ആ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് പിന്നെ 2.5 മണിക്കൂർ യാത്ര ചെയ്യണം അല്ലേ? അപ്പോൾ 2:30 2.5 മണിക്കൂർ യാത്ര ചെയ്തു. അപ്പോൾ ഇനി എന്തായി? ആഡ് ചെയ്ത് 7:50 plus 2:30 എന്ത് കിട്ടും? 9:45 അല്ലെ? 9:45 ആകുമ്പോഴാണ് സാധാരണയായിട്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നാസിയ യാത്ര 2.5 മണിക്കൂർ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് നാസിയ എത്തുന്നത് അല്ലേ? അപ്പോൾ നാസിയ ലാസ്റ്റ് ഇങ്ങനെ എഴുതുക. നാസിയ will reach at 9:45 അല്ലെ? 9:45 നാസിയക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ എത്തുന്നത് അല്ലെ? അപ്പോൾ ആ സമയത്തിന് എന്ത് പറയാം? 9:45 എന്ന് പറയാം അല്ലെ? 10 മണിയാവാൻ 15 മിനിറ്റ് ബാക്കിയുള്ള സമയം അല്ലെ? അതാണ് 9:45 എന്ന് പറയുന്നത്. നാസിയ will reach at 9:45. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഒന്നുകൂടെ വായിക്കാം. നാസിയാസ് ടൈം ആഫ്റ്റർ 2.5 hours. നാസിയ 2.5 മണിക്കൂർ 7:15 നമ്മുടെ ആ ഒരു നമ്മുടെ ഈ ട്രെയിനിൽ ലേറ്റ് ആയിട്ട് എത്തിയ ട്രെയിനിൽ 7:15 കയറിയെങ്കിൽ 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് ആ ഇറങ്ങേണ്ടുന്ന ആ സ്റ്റേഷനിൽ 2.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് എത്തുന്ന ടൈം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്?
7:15 കയറി 2.5 മണിക്കൂർ യാത്ര ചെയ്തു. 7:15 + 2:30 that is equal to 9:45 അല്ലെ. മിനിറ്റ്സ് ഒരുമിച്ച് ആഡ് ചെയ്യുക, ഹവേഴ്സ് ഒരുമിച്ച് ആഡ് ചെയ്യുക. 15 30 ആഡ് ചെയ്യുമ്പോൾ 45 കിട്ടും. 7 2 ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. അപ്പോൾ 9:45 നാസിയക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ നാസിയ ഇറങ്ങുന്നത് അല്ലേ. ആ 9:45 നമുക്ക് എങ്ങനെ പറയാം? നാസിയ will reach at 9:45. ഓക്കെ, നാസിയ 10 മണിയാവാൻ 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ആ സ്റ്റേഷനിലെത്തും. ഇനി ഷാജി will take 5 hours to reach എറണാകുളം by this train. ഇനി ഷാജി എന്ന് പറയുന്ന ആൾ എന്താണ്? ഈ ട്രെയിനിൽ, ഈ ലേറ്റ് ആയിട്ട് വന്ന ഈ ട്രെയിനിൽ എറണാകുളത്തോട്ട് പോവുകയാണ്. 5 മണിക്കൂർ വേണം അവിടെ നിന്ന് ആ ട്രെയിൻ എത്തുന്ന ആ സ്റ്റേഷനിൽ നിന്ന് എറണാകുളം സ്റ്റേഷനിലോട്ട് ഷാജിക്ക് പോകുന്നത്. സഞ്ചരിക്കേണ്ട സമയം 5 മണിക്കൂറാണ്. At what time will he reach there? നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ എത്ര മണി കഴിഞ്ഞിട്ടായിരിക്കും ഈ ഷാജി ആ എറണാകുളം സ്റ്റേഷനിൽ എത്തുന്നത്? ഷാജീസ് ടൈം ആഫ്റ്റർ 5 hours. ക്വസ്റ്റ്യൻ എഴുതുക, എന്നിട്ട് ഉത്തരമാക്കി എഴുതുക. ഷാജീസ് ടൈം ആഫ്റ്റർ 5 hours equal to 7:15 അവിടെ നിന്ന് യാത്ര ചെയ്തു, 5 മണിക്കൂർ യാത്ര ചെയ്തു. 7 hours 15 minutes plus 5 hours. അപ്പൊ എന്ത് കിട്ടും? മിനിറ്റ്സിന്റെ സ്ഥാനത്ത് 15 അതുപോലെ തന്നെ കിടക്കും. ഓക്കെ, ഇനിയോ 7 + 5 എന്താണ്? 12 ആണ് അല്ലേ. അപ്പൊ 12 hours 15 minutes അല്ലേ. അപ്പോൾ ഷാജി എന്താണ്? 12 മണി 12:15 അല്ലേ. 12 മണി 15 മിനിറ്റ്. 12 hours 15 minutes. 12:15 ഷാജഹാൻ എറണാകുളം എന്ന സ്റ്റേഷനിൽ എത്തും അല്ലേ. ആ 12:15 ഇനി എന്ത് പറയാം? എന്താണ്? ഷാജി will reach at 12:15. ഷാജി will reach at 12:15 past 12 hours അല്ലേ. ഓക്കെ, എന്താണ്? ഷാജി will reach at 12:15 എന്ന് എഴുതാൻ പറ്റി. 12 മണി കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ് കൂടെ ആകുമ്പോഴാണ് ഷാജി എറണാകുളം സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ ഷാജീസ് ടൈം ആഫ്റ്റർ 5 hours equal to 7:15 plus 5 hours. 7 hours 15 minutes plus 5 hours. അപ്പോൾ ഉത്തരം കിട്ടി 12 hours 15 minutes. എന്ന് വെച്ചാൽ എന്താണ്? 12:50 എന്നാണ് ടൈം. അപ്പോൾ ഷാജി will reach at 12:15. ഓക്കെ, പേജ് നമ്പർ 70 and പേജ് നമ്പർ 69 ഇത് രണ്ടിനെയും എല്ലാവരും നോട്ട്ബുക്കിൽ തന്നെ ക്വസ്റ്റ്യൻ എഴുതി ചെയ്യുക. മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റിനെ കോൺടാക്ട് ചെയ്യുക. ജസ്റ്റ് വീഡിയോസ് റിവൈൻഡ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. എന്നിട്ടും അത് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ക്വസ്റ്റിനെ കോൺടാക്ട് ചെയ്യുക. എക്സാംസ് അടുത്ത് വരെയാണ്. പോർഷൻസ് ഗ്രൂപ്പിൽ ക്ലാസ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ